രാഗം രാധാകൃഷ്ണൻ ജീമോൻ കല്ലുപുരയ്ക്കലിനെതിരെ ഇങ്ങനൊരു കേസ് ഉണ്ടാക്കുവാനുള്ള സാഹചര്യം എന്താണ്? അതിജീവിതയെ ഇങ്ങനൊരു കേസ് നൽകുവാൻ എന്തിനാണ് രാഗം രാധാകൃഷ്ണൻ പ്രേരിപ്പിച്ചത്? നമസ്കാരം, സിറ്റി ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്നലെ രാഗം രാധാകൃഷ്ണൻ നടത്തിയ ഒരു പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത്. രാഗം രാധാകൃഷ്ണന് ഈ പത്രസമ്മേളനവുമായിട്ട് എന്താണ് ബന്ധം? ഇതിൽ ആരാണ് പ്രതി, ആരാണ് വാദി? ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു വാർത്തയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകനും എതിരെയായിട്ടാണ് രാഗം രാധാകൃഷ്ണൻ ഒരു പത്രസമ്മേളനം നടത്തിയത്. ജീമോൻ കല്ലുപുരയ്ക്കലിനെതിരെ ഒരു പോക്സോ കേസ് നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം 165 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം കണ്ടുകൊണ്ട് കോടതി വെറുതെ വിടുകയുണ്ടായി. അതിനെതിരായിട്ടാണ് ഇപ്പോൾ രാഗം രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. ജീമോൻ കല്ലുപുരയ്ക്കൽ പറയുന്നത് അദ്ദേഹത്തെ മനഃപൂർവ്വം ഈ കേസിൽ പെടുത്തിയതാണെന്നും രാഗം രാധാകൃഷ്ണനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിച്ചെന്നും ആണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ രാഗം രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. രാഗം രാധാകൃഷ്ണനെതിരെ നിരവധി കേസുകൾ കൊല്ലത്തും മറ്റു പോലീസ് സ്റ്റേഷനിലും നിലവിലുണ്ടെന്നാണ് ജീമോൻ കല്ലുപുരയ്ക്കൽ പറയുന്നത്. അത് പത്രസമ്മേളനത്തിൽ രാഗം രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നിരവധി വ്യാജ വാർത്തകൾ നൽകിയതിൻ്റെ പേരിൽ രാഗം രാധാകൃഷ്ണന് എതിരെ നിരവധി സൈബർ കേസുകളും നിലവിലുണ്ട്. ഇതെല്ലാം ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലുമാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് രാഗം രാധാകൃഷ്ണൻ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. രാഗം രാധാകൃഷ്ണൻ ഉന്നയിക്കുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കുവാൻ ജീമോൻ കല്ലുപുരയ്ക്കൽ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്തകൾ നൽകുന്നുവെന്നാണ് പത്രസമ്മേളനത്തിൽ രാഗം രാധാകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ ഞങ്ങളിത് ജീമോൻ കല്ലുപുരയ്ക്കലുമായി സംസാരിച്ചു. അദ്ദേഹം ഞങ്ങളോടുകൂടി കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ മനഃപൂർവ്വം രാഗം രാധാകൃഷ്ണൻ പോക്സോ കേസിൽ പെടുത്തിയതാണെന്നും ജീമോൻ കല്ലുപുരയ്ക്കലിനെതിരെ പരാതി കൊടുത്ത അതിജീവിത കോടതിയുടെ മുന്നിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് കേട്ട കോടതിയാണ് ജീമോൻ കല്ലുപുരയ്ക്കലിനെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവായത്. അതിൻ്റെ പകർപ്പും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ജീമോൻ കല്ലുപുരയ്ക്കൽ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്നലെ രാഗം രാധാകൃഷ്ണൻ എന്നുള്ള ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ജീമോനെതിരെ നിരവധി ആരോപണങ്ങളുമായിട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജീമോൻ ഈ പറഞ്ഞതുപോലെ ഒരു പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ആ അറസ്റ്റിലായ പ്രതിയെ എങ്ങനെ വിട്ടു എന്നുള്ളൊരു ചോദ്യമാണ് രാഗം രാധാകൃഷ്ണൻ ഉന്നയിച്ചുകൊണ്ട് പ്രസ് മീറ്റ് വെച്ചത്. അപ്പം അതിനെ ഒന്ന് വ്യക്തമായിട്ടുകൊണ്ട് അതിനെ ഒന്ന് വ്യക്തമാക്കണം ജീമോൻ. തീർച്ചയായിട്ടും എന്നെ കോടതിയാണ് വെറുതെ വിട്ടത്. അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിട്ടു. ഈ അതിജീവിതയെ സ്വാധീനിച്ചതും അവർക്ക് പണം കൊടുത്തതും ഇവനെതിരെ തുടർച്ചയായി കുറെ വാർത്തകൾ ഫൈറ്റർ മീഡിയയിൽ ചീഫ് റിപ്പോർട്ടർ ആയിരിക്കുന്ന സമയത്ത് പാവങ്ങളെ അപകീർത്തിപ്പെടുത്തിയതിനും സ്ത്രീ ജനങ്ങളെ അപകീർത്തിപ്പെടുത്തിയതിനും അപമാനിച്ചതിനുമെതിരെ ഒരുപാട് വീഡിയോസുകൾ പരാതി എനിക്ക് കിട്ടും, എന്റെ മുമ്പിൽ വരികയും അത് തെളിവ് സഹിതം ഞാൻ പ്രസ് ക്ലബിലും അതുപോലെ തന്നെ പ്രസ് ക്ലബിന്റെ വെളിയിലും അതിന്റെ പേരിൽ ഒരു സംഘം ആൾക്കാർ സമരം വരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെയ്തതാണ്. ഇതിന്റെയൊക്കെ വൈരാഗ്യത്തിൽ ഇവനെ അവസാനം എന്നെ നശിപ്പിക്കാനായിട്ട് ഒരു കണ്ണ് കാണാത്ത കൊച്ചിന്റെ വീട്ടിൽ പോയി. അതിന് മുമ്പ് ഞാൻ സഹായിച്ചിരുന്ന ആൾക്കാരാണ്. മുതുകാലിന്റെ അവിടെ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത് സഹായിച്ചവരാണ് ഇവരെല്ലാം. അപ്പൊ ഇവര് ഇടക്കാലം കൊണ്ട് ഞാനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു, എനിക്ക് ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സുപ്രഭാതത്തില് പോലീസ് വന്ന്, ഞാൻ കാസർഗോഡ് ഒരു വർക്കിൽ ഈ ന്യൂസ് ചാനൽ ഫൈറ്റർ മീഡിയയുടെ റിപ്പോർട്ടറായിട്ട് ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ ചെല്ലുകയും അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ആശ്രമത്തിന്റെ വീഡിയോയും അങ്ങനെ നമ്മുടെ ന്യൂസൊക്കെ ചെയ്യാനായിട്ട് പോയ സമയത്താണ് ഈ കേസ് ഞാൻ അറിയുന്നത്. അവിടുന്ന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് എന്നോട് ചോദിക്കുകയോ ഒന്നും പറയുകയൊന്നും ചെയ്തില്ല, നേരെ കൊണ്ട് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. 160 ദിവസമാണ് നിരപരാധിയായ ഞാൻ ജയിലിൽ കിടന്നത്. എന്നിട്ട് നേരിട്ട് കോടതിയിൽ എന്നെ ഹാജരാക്കിയപ്പോൾ ജഡ്ജിയോട് ഞാൻ പറഞ്ഞു എനിക്ക് ജാമ്യം വേണം. നമ്മുടെ വക്കീലില്ലായിരുന്നു, എനിക്ക് വക്കീൽ പോലും ഇല്ലായിരുന്നു. കാരണം അത്രത്തോളം
എന്താ പറയുന്ന മാനസിക പീഡനത്തിന് ഇരയാക്കി ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ കിടക്കുകയാണ്. ഞാൻ ജഡ്ജിയോട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ജാമ്യം വേണം, ഞാൻ ചെയ്യാത്ത തെറ്റാണെന്ന്. എന്റെ അവസ്ഥ മനസ്സിലാക്കി ജഡ്ജി എനിക്ക് ജാമ്യം തന്നു. അന്ന് അതിന് ജാമ്യം തരുന്നതിന് മുമ്പ് ഞാൻ ജാമ്യം എന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഇവർ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഈ രാഘവൻ രാധാകൃഷ്ണനും ഈ മണിയം ഭാസ്കരനും അല്ലമീനും എല്ലാം കൂടി കാറിൽ ഈ അമ്മയും മോളെയും കൊണ്ടുവന്ന് ഞാൻ ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സമരങ്ങളായിട്ട് ഒറ്റയാൾ സമരങ്ങൾ, അത് പലതും വിജയിച്ച സമരങ്ങളുമാണ്. അത് എല്ലാവർക്കും അറിയാം. എന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയാം, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പെറ്റി കേസുകൾ 100 രൂപ 500 രൂപ ഒക്കെ അടിച്ചിരിക്കുന്ന പെറ്റി കേസുകളെല്ലാം കൊടുത്തിട്ട് ഞാൻ വലിയ ക്രിമിനലാണ്, എനിക്ക് ജാമ്യം തരലെന്നും, എനിക്ക് ജാമ്യം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അതിജീവിതയുടെ മോളെയും അതിജീവിതയും അമ്മയും ഒക്കെ വെട്ടിക്കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് കരഞ്ഞു പറയിപ്പിച്ചപ്പം ജഡ്ജിക്ക് സംശയം തോന്നി. അമ്മയെ അതിന്റെ പിറ്റേന്ന് തന്നെ ജഡ്ജി എനിക്ക് ജാമ്യം തരികയും ഞാൻ പുറത്തിറങ്ങുകയും എനിക്കിത് തെളിയിക്കാൻ പറ്റുകയും ചെയ്തു. ഞാൻ ഉടനെ തന്നെ ഒരു നല്ല അഡ്വക്കേറ്റിനെ കണ്ട്, NG ശ്രീപ്രസാദ് എന്ന സുപ്രീം കോടതി വക്കീലാണ് എന്റെ അഡ്വക്കേറ്റ്, അദ്ദേഹത്തെ പോയി കണ്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹമാണ് കോടതിയിൽ എന്റെ സത്യമെല്ലാം സബ്മിറ്റ് ചെയ്യുകയും കോടതിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാവുകയും ഇതറിഞ്ഞ അതിജീവിതയും മോളും അവർക്ക് മൊത്തം പണി കിട്ടുമെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് അവർ ചെയ്യാത്ത തെറ്റിനാണല്ലോ എന്നെ അവര് കള്ളത്തരം പറഞ്ഞ് ഇവരുടെ കൂടെ കൂടി ഇവരുടെ മോഹന വാഗ്ദാനങ്ങളും കാശും അതുപോലെ തന്നെ ഇവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ഇതെല്ലാം ഇവര് സമ്മതിക്കുന്നുണ്ട്. ഇവര് സമ്മതിച്ച ഓഡിയോകളുണ്ട് കാര്യങ്ങളുണ്ട്, ഇവരെ പറഞ്ഞിട്ടുമുണ്ട്. ഇവർക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ സഹോദരൻ ഇവരെ വിളിച്ച് പറയുകയും ചെയ്തു, ജീമോൻ ചേട്ടൻ നിങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ, നിങ്ങളെ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ച് ഇവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവർ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ പെട്ടുപോയതാണ്, ഞങ്ങളെ ഇവര് കൊല്ലുമെന്ന് പറഞ്ഞ് ചോറിൻ്റെകത്ത് വിഷം നൽകി കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഗൂഢാലോചന നടത്തി ഞങ്ങളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്ത് ശ്രീധരൻ ചേട്ടനെതിരെ നിന്ന് ഇവര് കോടതിയിൽ ഉണ്ടായ സത്യങ്ങളും മൊത്തം പറഞ്ഞ് ജഡ്ജിക്ക് ഒരു കുറ്റപത്രം പോലും ജഡ്ജി വായിച്ചു പോലുമില്ല. എന്നെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ഞാൻ 100% നിരപരാധിയാണെന്ന് പറഞ്ഞു. വേറൊരു കാര്യം, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവമോനെ പെടുത്തുകയായിരുന്നു രാഘവൻ രാധാകൃഷ്ണൻ അല്ലേ? പെടുത്തുകയായിരുന്നു, 100% പെടുത്തുകയായിരുന്നു. ഇന്നലെ പ്രസ് ക്ലബ് മീറ്റിംഗിന്റെ ഇടയിൽ ആ വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് ആൾക്കാർ അയച്ചു വന്നിരുന്നു. അതിൻ്റെ അകത്ത് ഇവൻ പറയുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ അനിയത്തിയെ പീഡിപ്പിച്ചതാണ്, അതിന്റെ ഒരു FIR ഇവൻ ഒന്ന് ഹാജരാക്കട്ടെ. ഞാൻ എന്റെ അനിയത്തിയുടെ ഭർത്താവിനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ FIR. ഇതിനു മുമ്പ് അവൻ പറഞ്ഞു ഞാൻ എന്റെ സ്വന്തം മോളെയും എന്റെ ഭാര്യയുടെ ബന്ധുവിനെയും പ്രായപൂർത്തിയാകാത്ത പിള്ളേരെയും പീഡിപ്പിച്ചിട്ട് പ്രസ് ക്ലബിൽ നിന്ന് ഇറങ്ങി ജേർണലിസം പഠിച്ചിറങ്ങുന്ന പിള്ളേരെ എല്ലാം വാഗ്ദാനം നൽകി പീഡനം നടത്തിയിട്ട് ഒളിവിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഒളിവിലും പോയില്ല. ഇവൻ ഈ വാർത്ത ചെയ്തതിന്റെ പിറ്റേന്ന് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ വാർത്ത ചെയ്തു. അതിന്റെ മുമ്പിൽ വെച്ച് ഞാൻ വീഡിയോ ചെയ്ത് ഇത് ഫൈറ്റർ മീഡിയക്കകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. ഫൈറ്റർ മീഡിയ ന്യൂസിന്റെ അകത്ത് എനിക്ക് എടുത്തു നോക്കിയാൽ കാണാം. അത് കഴിഞ്ഞ് അതിന്റെ എല്ലാം വൈരാഗ്യമാണ് ഇവൻ തീർത്തത്. പെടുത്തിയതാണ്, എന്നെ പെടുത്തിയതാണ് ഇവൻ. അതുപോലെ ഗുണ്ടാലിസ്റ്റിലുള്ള ആളാണ് ഇവൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ എന്താ പറയാ, ഇയാള് നിരവധി വാർത്തകൾ, ഇയാളൊരു ഓൺലൈൻ മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ കൊല്ലത്ത് ചെയ്തിട്ടുണ്ട്. അവര് അതിനെതിരായിട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നിലയിലെല്ലാം സമരം ചെയ്തിട്ടുണ്ട്. രാഘവൻ രാധാകൃഷ്ണനെതിരെ നിരവധി ആൾക്കാർ എന്താ പറയാനായിട്ട് വ്യാജ വാർത്ത ചെയ്തതിന്റെ പുറത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഫൈറ്റർ മീഡിയ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നമ്മളാണ് അത് ഈ സത്യം പറഞ്ഞാല് ഇവൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഇവനെ പേടിയാണ്. കാരണം ഇവനെതിരെ ആര് ന്യൂസ് ചെയ്യുന്നോ അവരെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ സൈബർ കേസ് മാത്രമേ ഉള്ളൂ ഉണ്ടാവും. ഇതിന് ശക്തമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഇപ്പം സൈബർ പോലീസിൽ പോയി നമ്മളെ അപകീർത്തിപ്പെടുത്തിയാലും 100 കണക്കിന് സ്ത്രീകളെ ഇവൻ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കൊല്ലത്ത് ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തതിന്റെ പിന്നിൽ ഇവനാണ്. അതുപോലെ എത്രയെത്ര കേസുകൾ. ഇപ്പൊ ഒരു കുടുംബത്തെ മൊത്തം, അതായത് എന്റെ മുമ്പിൽ വരുന്ന ഒരു പാവപ്പെട്ട ഒരു പ്രവാസിയായ ഒരു അച്ഛനും ഒരു അമ്മയുമാണ്. അവരുടെ പരാതി എന്ന് പറഞ്ഞാൽ അവരുടെ വീടിന്റെ തൊട്ടടുത്ത ആളുകളുമായിട്ട് അവരൊരു അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇവൻ ഇടപെട്ട് ആ വീട്ടിലെ അമ്മയും അച്ഛനെയും അവരുടെ 28 വയസ്സുള്ള മോനെയും മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് ആ ചെറുക്കൻ ഇതാ മാല ഇട്ടിട്ട് ഈ 3-4 വർഷം ഇതുവരെയായിട്ട് മലയ്ക്ക് പോലും പോകാതെ വീട്ടിൽ ഇരിക്കുകയാണ്. അവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവന് മാനസിക രോഗിയായിട്ട് ഇവൻ വീഡിയോ ചെയ്തു.
അതുപോലെ ഇതാ ഒരുപാട് പെണ്ണുങ്ങൾ സ്ത്രീകൾക്കെതിരെ ഒരു കാര്യം, ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവന്നു. പൈസ ഈ പീഡിപ്പിച്ച അതിജീവിത എന്ന് പറഞ്ഞാൽ അവരെ കുടുംബവുമായിട്ട് ജീവൻ എന്താണ് ബന്ധം? ഇവരെന്നെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെടുന്നത്. ഞാൻ ഈ ഒരുപാട് ചരിത്രം കാര്യങ്ങളും പുതുവഴിച്ച ആൾക്കാരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ദിവസം ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് എന്റെ മോള് നല്ല മനോഹരമായിട്ട് പാട്ട് പാടും, വളരെ കഷ്ടത്തിലാണ്, എന്റെ മോളുടെ കണ്ണ് കാണാത്ത കുട്ടിയാണ്, ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മുതുകാട് സാറിന്റെ അവിടെ പഠിക്കണമെന്നാണ്. അതിന് ചേട്ടൻ ചേട്ടൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് പ്രേക്ഷകർ കാണുന്നതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഒന്ന് സംപ്രേഷണം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇളമക്കര ആ ഒരു പോലീസുകാർ എന്നെ ഒരു കള്ളക്കേസ് കുടിക്കുകയായിരുന്നു. നിങ്ങളെല്ലാം കണ്ട കാഴ്ചയാണ്. ഇളമക്കര ഫൈസൽ എന്ന് പറഞ്ഞ SIയുടെ അടുത്ത് ഒരു കള്ളനെ, ഡോക്ടറിന്റെ കാറിൽ പിടിച്ച കള്ളനെ ഞാൻ പിടിച്ചു കൊടുത്തതിന്റെ പേരിൽ 13 ദിവസം എനിക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് DGP തലത്തിലും എല്ലായിടത്തും ഞാൻ കേസും കൊടുത്തിട്ടുണ്ട്. എല്ലാം എനിക്കാണ് അതിന് നീതി. എന്റെ എല്ലാ പ്രൂഫും എന്റെ കയ്യിലുണ്ട്. ആ കേസിൽ ഞാൻ ഡോക്ടറിന്റെ കൂടെ നിൽക്കുന്ന സമയത്താണ് ഇവരെന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്ന് മാഡം, ഞാൻ ഇപ്പം കൊച്ചിയിലാണ്, നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്റെ ഇളയ മോനും കടല് കണ്ടിട്ടില്ല, എന്നാൽ എന്റെ ഒരു ആന്റി അവിടെ, സുഹൃത്തായ ആന്റി ഉണ്ട്, ആന്റിയും കുട്ടി ഞങ്ങൾ അവിടെ വരാം, ജീവൻ ചേട്ടന് പറ്റുമെങ്കിൽ ആ കടലിന്റെ പശ്ചാത്തലത്തിൽ മോളെ ഒരു വള്ളത്തിൽ ഇരുത്തി ഒരു പാട്ട് ഒന്ന് ചോദിച്ചു. ഒരു ഭക്തിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമില്ലാഞ്ഞിട്ട് പോലും ഞാൻ പറഞ്ഞ് കണ്ണ് കാണാത്ത കൊച്ചി ഇവര് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് അവിടെ വരികയും ഞാൻ ആ വള്ളത്തിൽ ഇരുതി. ആ വീഡിയോ ഒരു 7-8 ലക്ഷം പേര് കണ്ടു. അത് കണ്ടിട്ട് മുതുകാട് സാർ ഇവരെ വിളിക്കുകയും മുതുകാട് സാറിന്റെ അടുത്ത് എന്നെ വിളിച്ച് ഞാനും കൂടിയാണ് ഇവരെ കൊണ്ട് അവിടെ ആക്കുന്നത്, മുതുകാട് സാറിന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ഇവർക്ക് നമ്മള് ബോയിച്ചമ്മണ്ടൂരിന്റെ ഈ കൊച്ചു പാടുന്ന ഒരു പാട്ട് വയ്ക്കും. ഈ പീഡനമൊക്കെ നടക്കുന്ന 2 വർഷം മുമ്പാണെന്നാണ് ഇവര് പറയുന്നത്. ഈ സംഭവം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മുൻചേട്ട ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങളുടെ റൂമിൽ പോലും വന്നിട്ടില്ല. ഇവര് പറഞ്ഞിരിക്കുന്ന പരാതി എങ്ങനെയാണെന്ന് കേൾക്കണം. ഇവര് കുളിക്കാൻ കയറിയ സമയത്ത് 14 വയസ്സുള്ള ചെറുക്കൻ ബെഡി ഉറങ്ങി കിടക്കുന്നു. ആ 5 അവര് കുളിക്കുന്ന ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അതിക്രമിച്ചു കയറി ഈ 14 വയസ്സുള്ള സഹോദരന്റെ മുമ്പിലിട്ട് ഈ കൊച്ചിനെ, അവൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ആ ബെഡിലിട്ട് ഈ കൊച്ചിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പറയുന്നത്. ഇവര് പറഞ്ഞു മൊഴി കൊടുത്തെന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ ഇവരെ കൊണ്ട് ഈ രാധാകൃഷ്ണനാണ് ഇത് പറയിപ്പിച്ചത്. ഇവരെല്ലാം കൂടെ കൂടാതെ ചെയ്താണ് പറയിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്ന് ഇവര് പറഞ്ഞപ്പം അവിടുത്തെ SHO അവിടുത്തെ മെയിൻ പോലീസ് ഉദ്യോഗസ്ഥര് പറഞ്ഞു, ഇന്ന പ്രതിയാക്കി ജീവനുമായിട്ട് അവിഹിതമുണ്ടെന്ന് പറഞ്ഞ് ഇന്ന പ്രതിയാക്കി ഇന്ന പോക്സോ കേസിൽ പെടുത്തി ഞങ്ങള് ജയിലിലാക്കും, മിണ്ടാതെ ഞങ്ങൾ പറയുന്ന അനുസരിച്ചോളാൻ പറഞ്ഞിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തത്. അത് കോടതിക്ക് എല്ലാം ബോധ്യമായതാണ്. അതുകൊണ്ടാണല്ലോ 14 തെളിവുകൾ എനിക്കെതിരെ കൊടുത്തിട്ടും ആ തെളിവുകളെല്ലാം പച്ചക്കളവാണെന്ന് പറഞ്ഞിട്ടാണ് ജഡ്ജി എന്നെ നിരപരാധിയാണെന്ന് പറഞ്ഞ് കണ്ടെത്തിയിട്ട് വെറുതെ വിട്ടത്. മനസ്സിലായില്ലേ? ചുമ്മാ അല്ല, ഒരു ജഡ്ജിയാണ് എന്നെ വെറുതെ വിട്ടത്. അപ്പൊ ഇനി ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ വേറെ ഒരു കാര്യം കൂടെ പറയാം. ഇതിന്റെ അകത്ത് ഇവൻ പറഞ്ഞിരിക്കുന്ന, എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് അതിജീവിതയെ സ്വാധീനിച്ച് എന്നെ ഇതുവരെയായിട്ട് കേസ് വെറുതെ വിട്ടില്ലെന്ന് അവൻ പറയുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഈ മോനെ വെറുതെ വിട്ടില്ലെന്ന് ഒരു മാധ്യമ സുഹൃത്ത് ചോദിക്കുമ്പോൾ ഇല്ല വിട്ടിട്ടില്ലെന്നാ പറയുന്നത്. എന്നെ 6 മാസം മുമ്പേ വെറുതെ വിട്ടു. ഇങ്ങനെ ഇവന് ഈ പുനരന്വേഷണം ഒക്കെ ഉണ്ടെങ്കിൽ ഈ 3 മാസം ടൈം ഉണ്ടായിരുന്നല്ലോ, അപ്പീൽ ഡേറ്റ് 3 മാസം ഉണ്ട്. ആ സമയത്ത് ഇവൻ എന്തുകൊണ്ട് കൊടുത്തില്ല? ഇതുപോലെ അതിജീവിതയെ ഞാൻ വശീകരിച്ചെങ്കിൽ പോലീസ് ചുമ്മാ ഇരിക്കുവോ? ഈ പോക്സോ കേസ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അവരെല്ലാം. ഈ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കുന്ന സമയം ഞാൻ എങ്ങനെ പോയി സ്വാധീനിക്കാനാ? അവരുടെ സ്വന്തം അവർ ജഡ്ജിയുടെ മുമ്പിൽ കരഞ്ഞോണ്ട് പറഞ്ഞ് നീതി കിട്ടിയത്. മനസ്സിലായില്ല? ഇന്നലെ എനിക്ക് ഒരു തെളിവും കൊടുക്കേണ്ട വന്നില്ല. എല്ലാ തെളിവുകളും എനിക്കുണ്ട്. ഈ തെളിയിക്കുന്ന എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വേണ്ടി വന്നില്ല. ഇവരെ ഈ പത്രത്തോടു കൂടി ജഡ്ജിക്ക് മനസ്സിലായി ഇത് വൻ ക്രിമിനൽ ഗൂഢാലോചനയാണ് നടന്നതെന്ന് പറഞ്ഞ ജഡ്ജിമെന്റ് ഇവരുടെ പേര് സഹിതം ഉണ്ടെന്നേ, പേര് സഹിതമുണ്ട്. അത് കൂടാതെ ഈ അതിജീവിത ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചിട്ടുണ്ട്. അതിജീവിതയെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞ് ഇവര് ഇപ്പോഴും സ്ഥിരമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ് അവർ പരാതി കൊടുത്തതിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിൽ കൂടുതൽ എന്ത് സത്യസന്ധതയാണ് ഞാൻ തെളിയിക്കേണ്ടത്? പറയൂ നിങ്ങൾ. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഇന്നലെ രാഘവൻ രാധാകൃഷ്ണൻ ഉന്നയിച്ച പരാതി എന്ന് പറയുന്നത്
അയാളെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അയാൾക്കെതിരായിട്ട് നിരവധി പരാതികൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ ഒരു സമരം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാള് പത്രസമ്മേളനത്തിൽ പറയുകയും അതിനോടൊപ്പം തന്നെ ഇയാളുടെ കൂട്ടത്തില് ഒരു മണിയൻ ഭാസ്കരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയും പിന്നെ അതുപോലെ തന്നെ വേറൊരാള് അയാളൊരു ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലബിനകത്ത് അതിസംബോധന അയാളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ മണിയൻ ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ കുറിച്ച് പറഞ്ഞ ആരോപണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയെ ചീറ്റ് ചെയ്ത് ഒരു 80 ലക്ഷത്തോളം രൂപയും കുറെ സാമ്പത്തികവും നിങ്ങൾ തട്ടിയെടുത്തു. എന്താ പറയാൻ ഒരു പെട്രോൾ പമ്പ് നടത്തുവാൻ വേണ്ടി നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് തട്ടിയെടുത്തു. എന്റെ ഭാര്യയെ അയാള് കുറെ കാലം എന്താ പറയാ ഭാര്യയായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ അയാള് പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് ജീവൻ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒറ്റ ചോദ്യമുള്ള എനിക്ക് തോന്നുന്നു, ഈ രാജൻ രാധാകൃഷ്ണൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ പ്രവാസി ഇരുന്ന് കരഞ്ഞു പറയുന്നതുണ്ട്. ഞാൻ ഭിന്നശേഷിക്കാരുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന സമയത്ത് വർക്കലക്കാരി ഒരു മേഡമുണ്ട്. അവരാണ് സംഘടനയിലേക്ക് എന്നെ ഇത് കൊണ്ടുവരുന്നത്. എന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് അവരാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. അല്ലാതെ എനിക്ക് യാതൊരു പരിചയമില്ല. എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ്. അങ്ങനെ ആ രക്ഷാധികാരിയായിരിക്കുന്ന സമയത്ത് അവരെന്നോട് ആവശ്യപ്പെട്ടു. ഞാനും ഭർത്താവും ഡിവോഴ്സ് ആണ്, വളരെയധികം ഇയാള് ശല്യിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. ജോലിക്ക് പോയ ആരോടും ഇന്ത്യയിലും അവരെ കൂട്ടി എന്നെ പറയുകയാണ്, ജീമോനെ എനിക്കൊരു പെട്രോൾ പമ്പ് അനുഭവിച്ചിട്ടുണ്ട്, എനിക്ക് പത്തനംതിട്ടയിലാണ്, എന്റെ വീട് കോട്ടയാണ്, കാഞ്ഞിരപ്പള്ളിയാണ്, അതിന്റെ അടുത്താണല്ലോ, എനിക്കൊരു 49 സെന്റ് സ്ഥലം എനിക്ക് ലീസിന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എന്റെ അറിവിലൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഉപകാരമല്ലേ. അപ്പൊ ഞാൻ ഇവിടെ അച്ഛനുണ്ട്, ഈ മേഡത്തിന്റെ അമ്മയുണ്ട്, കുട്ടിയുണ്ട്, ഇവരെല്ലാരും കൂടെ പോയി നമ്മൾ ആ സ്ഥലം നോക്കിയും സ്ഥലം കിട്ടിയില്ല, ലീസിന് കിട്ടിയില്ല. അത്ര ഒരു കാര്യം ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കാണുന്ന ഇവൻ ഈ ഡിവോഴ്സ് ആയ പെണ്ണിനെതിരെ ഭയങ്കരമായ രീതിയിൽ ഒരു വാർത്ത ചെയ്യുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇവിടെ എന്റെ ഭാര്യയാണ് 80 ലക്ഷവും 125 പവനുമായിട്ട് അവനെ പറ്റിച്ചിട്ട് എന്റെ കൂടെ വന്ന് താമസിക്കുകയാണെന്ന്. ഞാൻ അപ്പൊ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. അതിന്റെ തന്നെ കർമ്മ ന്യൂസിലാന്ന് തോന്നുന്നു. പിന്നെ ആ മേഡം ആ കംപ്ലീറ്റ് ഡിവോഴ്സ് ആയ സർട്ടിഫിക്കറ്റ് സഹിതം ഇവൻ ചെയ്ത ദ്രോഹങ്ങൾ സഹിതം ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. 1.5 മില്യൺ ആൾക്കാർ ഏതാണ്ട് കണ്ടിട്ടുമുണ്ടത്, തെളിവുകൾ സഹിതം. ഇവനെതിരെ കേസും കൊടുത്തു. അത് കഴിഞ്ഞ് ഈ കൊറോണയുടെ കാലത്ത് ഇവരും ഞാനും ആയിട്ട് ഒരു ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ചിത്രീകരണത്തിനിടെ ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഫോട്ടോസാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട ഫോട്ടോസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഞങ്ങൾ തമ്മിൽ അവിധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഈ ഫോട്ടോസൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അടുത്ത ന്യൂസ് ഈ രാജരാധാകൃഷ്ണൻ 5 ലക്ഷം രൂപയോളം ഇതിനോട് മേടിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പൈസ കൊടുത്ത 100 രൂപ കൊടുത്താലും കള്ളവാർത്ത ചെയ്യുന്നവനാണ് രാജരാധാകൃഷ്ണൻ. കൊല്ലം സൈബർ സെല്ലിൽ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ മതി സുഹൃത്തെ. ഇതിനെതിരെയുള്ള എത്ര സൈബർ കേസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു തരും. ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി. ഈ അപകീർത്തിപ്പെടുത്തിയതിനെതിരെ കേസ് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അവന്റെ പേരിൽ പരാതി കൊടുക്കാൻ പോകാത്തത്. 6 വയസ്സുള്ള ഒരു കുട്ടിയെ ഞാൻ പോക്സോ ആക്ട് പ്രകാരം പോക്സോ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഇവൻ കള്ളക്കേസ് കൊടുത്ത് ആ കൊച്ചിനെ 7 ദിവസം അവിടെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ച് 100% കള്ളത്തരമാണെന്ന് ചൈൽഡ് ലൈനിന് ബോധ്യപ്പെട്ട് ഇവന്റെ പേര് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അത്ര വരെ എന്നെ ഇതിനു മുമ്പും പോക്സോ കേസിൽ കൊടുക്കാൻ ഞാൻ നോക്കിയായിരുന്നു. അത് 100% അവർക്ക് അന്നേരം ബോധ്യമായി. ഇത് പിന്നെ പോലീസുകാരും കൂടെ കൂടി ചെയ്തുകൊണ്ട് എന്റെ തല കെട്ടിവെച്ചതാണ് ഈ പോക്സോ കേസ്. ഞാൻ ചെയ്യാത്ത വെച്ച് ഒരു മൊത്തം ക്രിമിനൽ ഗുണാലോ തന്നെയാണ്. ഞാൻ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഒരു ചോദ്യവും കൂടെ. അപ്പൊ ഈ പറഞ്ഞ എന്താ പറയാ അതിജീവിതയെ പീഡിപ്പിച്ചു ഒരു പോക്സോ കേസ് നിങ്ങളുടെ പേരിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയതെല്ലാം രാധാകൃഷ്ണൻ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ടോ? 100% അതിന് വ്യക്തമായ തെളിവുണ്ട്. ഇവൻ ആ വീട്ടിൽ പോയതും ഇവൻ പ്രലോഭിപ്പിച്ചതും പോലീസുകാർക്ക് സ്വാധീനിച്ചതും എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അതുമല്ല സുഹൃത്തെ, ഈ അതിജീവിതം തന്നെ ഇവന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ. അതിജീവിതം പറയുന്നതിന്റെ അപ്പുറം വേറെ വല്ലതും ഉണ്ടോ? ഇവിടെ കൊണ്ട് ഉപകാരം മാത്രം ചെയ്ത് എന്നെ ദ്രോഹിക്കാൻ ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് എന്റെ ശത്രുവിനെ ബൈജു എന്ന് പറഞ്ഞ ആള് ഇവരെ സംരക്ഷിക്കാനായിട്ട് ഒരാൾ വന്നിരുന്നു. ബൈജു എന്ന് പറഞ്ഞ ചങ്കുമുഖക്കാര്, അയാളുടെ കെയർ ഓഫിലാണ്. അയാളാണ് ഈ രാജൻ രാധാകൃഷ്ണനെയും അല്ലമീനെയും ഈ മറ്റേ മണിയനെയും ഒക്കെ വിളിച്ചു കൊണ്ടത്. മണിയനാണ് ഇതിന്റെ പൈസ ചെലവ് മൊത്തം. MRF എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് 3-4 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവര് എന്നെ കള്ളത്തെളിവാണെന്ന് പറഞ്ഞ് തെളിവില്ല,
കള്ളത്തെളിവാണ് ഇവരുണ്ടാക്കിയെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ സംഘടനയും കൂടെ ഇടപെട്ടാണ് മജിസ്ട്രേറ്റിനെ മുമ്പിൽ പോയപ്പോൾ മജിസ്ട്രേറ്റ് പോലും അവർ ആ ഐഡിയക്കകത്ത് വരുന്നു ഇത് കള്ളക്കേസെല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വേണം ഇത് ജീവൻ കേസെന്ന് പറഞ്ഞ് അവരും കൂടെ പ്രസ് ചെലുത്തിയാണ് എന്നെ കുടുക്കിയത്. മനസ്സിലായില്ലേ? 100% നിരപരാധിയാണെന്നുള്ള ഡിഗ്രിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 100% ഇവർ കൊടുത്തിരിക്കുന്ന തെളിവുകളെല്ലാം അസാധുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതി. അസാധുവാണെന്ന് പറഞ്ഞിരിക്കുന്നത്, കള്ള തെളിവുകളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നെ ക്രിമിനൽ കൂടാതെ തന്നെയാണെന്ന്. കുട്ടിയെ പ്രലോഭിപ്പിച്ചും കുട്ടിക്ക് മോഹന വാഗ്ദാനം നൽകി ഇവർക്ക് സാമ്പത്തികം കൊടുത്തും അതുപോലെ തന്നെ ഈ സാമ്പത്തികം കൊടുത്തതെല്ലാം അവർ തന്നെ പിന്നീട് വാങ്ങിച്ചെടുക്കുകയും ചെയ്തെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അവർ പറയുന്ന അവരൊരു മായാലോകത്ത് പെട്ടുപോയതാണെന്നാണ് പറഞ്ഞത്. അതുപോലെ ഓഫറും കാര്യങ്ങളും ഈ മദ്യം ഭാസ്കരനും ഈ രാഘൻ രാധാകൃഷ്ണനും അതുപോലെ ഈ കൊച്ചിനെ വിജയലക്ഷ്മിയുടെ അടുത്ത് കൊണ്ടുവന്നും കൃഷ്ണമൂർത്തിയുടെ അടുത്ത് സൂര്യ കമ്പനിയുടെ ആ വലിയ ഉണ്ടല്ലോ തിരുവനന്തപുരത്തുള്ള അയാളുടെ അടുത്ത് കൊണ്ടായി വലിയ ഫേമസ് ആക്കാനും ഒക്കെ ഒരുപാട് വാഗ്ദാനം കൊടുത്തിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുക്കുക. ഇവരെ കേസ് കൊടുക്കുകയല്ലായിരുന്നു. അവസാനം ഇവരോട് പറഞ്ഞു നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. അവരെ കൊല്ലുമെന്ന് പറഞ്ഞു. ജീവനെടുത്ത് ഇവരെ കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. അതുപോലെ തന്നെ ഈ കൊച്ചിന്റെ അമ്മയെ കള്ള പോക്സോ കേസിൽ വിചാരണ ചെയ്ത് പോലീസുകാരും വളരെയധികം ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവരെ കൊണ്ട് ഈ പാതകം ചെയ്യിപ്പിച്ചത്. അപ്പൊ 160 ദിവസമാണ് അനുഭവിച്ചത് കിടന്ന്. അപ്പൊ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. അതായത് നിർബന്ധപൂർവം അവരെ കൊണ്ട് നിങ്ങൾക്കെതിരെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യിപ്പിച്ചാണല്ലേ ശരിക്കും? 100% ക്രിയേറ്റ് ചെയ്തേക്കുന്ന തൊട്ട് ഇസഡ് വരെയുള്ള തെളിവുകൾ നാളെ ഞാൻ പ്രസ് മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെക്കുന്നുണ്ട്. അതിൽ ഞാൻ തെളിയിച്ചിരിക്കും. എന്റെ കയ്യിലുണ്ട്. ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയെ തൈക്കാട് ഹോസ്പിറ്റലാണല്ലോ ഇതിന്റെ പരിശോധന നടത്തിയത്. അപ്പൊ നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ എന്തായിരുന്നാലും കോടതിയിൽ നിന്ന് അങ്ങനെ വരുമ്പോ ഈ പെൺകുട്ടിയെ ഒരു ഡോക്ടർ മുമ്പ് ഒരിക്കലുമില്ല സുഹൃത്ത്. ഇതിന് മുമ്പ് ഈ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഈ അമ്മ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഇവരുടെ അമ്മായിമ്മ 80 വയസ്സുള്ള അമ്മായിമ്മ ഈ ഭജനയ്ക്കകത്ത് കുട്ടി കയറ്റി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതി ഇവർ കൊടുത്തിട്ടുണ്ട് കോട്ടയത്ത്. അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഒരിക്കലും ഈ 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ 2022 മെയ് 4-ാം തീയതി ഏതാണ്ട് മെയ് 23-ാം തീയതിയൊക്കെ പീഡിപ്പിച്ചെന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് ഡേറ്റ് ഒന്നും കറക്റ്റ് ഓർമ്മയില്ല. ഈ സമയം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നുണ്ട്. ഈ ഇങ്ങനെ പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇവര് ഒരു മാസം 2 മാസം 6 മാസം വരെ ഈ കുട്ടിയെ എന്റെ അടുത്ത് വീഡിയോ ചെയ്യാം മ്യൂസിയത്തിലും ഇതിലെല്ലാം എന്റെ കൂടെ വന്ന് ഇവരെന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു നശിപ്പിക്കപ്പെട്ട ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട കൊച്ചിനെ വീണ്ടും ഒരമ്മ കൊണ്ട് പീഡിപ്പിച്ച ആളുടെ മുമ്പിൽ കൊണ്ട് വീണ്ടും ഇട്ട് കൊടുക്കുവോ വീഡിയോ ചെയ്യാൻ? ആരെങ്കിലും വിശ്വസിക്കുവോ? അതിന്റെ തെളിവും ഞാൻ തരാം. അവസാനം ഇത് കാശ് കൊടുത്ത് എന്നെ കൊടുക്കാൻ വേണ്ടി ക്രിമിനൽ കൂടായ്മ നടത്തിയതാണ് ഈ സംഘം. ഇവരെ പെടുത്തിയതാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നാമത് ഞാൻ ഇവരെ പ്രതിയാക്കി കേസ് കൊടുക്കാനായിരുന്നു ഇരുന്നത്. പിന്നെ ഇവർ കോടതിയുടെ മുമ്പിൽ മാപ്പുസാക്ഷിയായി ആ കൊച്ചിന്റെ കരച്ചിൽ കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങളെ പെടുത്തിയ ജീവനങ്ങളെ എനിക്ക് ആരുമില്ല. എന്റെ അമ്മയെ ജയിലിൽ കൊണ്ട് ആരുമില്ല. എന്റെ അമ്മയെ മാപ്പുസാക്ഷി എന്റെ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കല്ലെന്ന് എന്റെ കാല് പിടിച്ച് ആ കൊച്ചിക്ക് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അവർക്കെതിരെ, അത് അവർക്കും അറിയാം, അവരെ ഞാൻ മാപ്പ് ആക്കിയേക്കുന്നത്. ഞാൻ പറഞ്ഞ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പം വീണ്ടും ഹൈക്കോടതി പരാതി കൊടുത്തിരിക്കുകയാണ് ഇവർക്കെതിരെ. ഈ രാജരാജാകൃഷ്ണൻ ചെയ്ത ക്രൂരതയ്ക്കെതിരെ ഇവന്മാർക്കെതിരെ എല്ലാം ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തു. എന്റെ അഡ്വക്കേറ്റ് NC ശ്രീധർ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം പറയും എന്താന്ന്. നിസ്സാര കേസല്ല, സുപ്രീം കോടതി വക്കീലാണ് അദ്ദേഹം. ഇവൻ ഇന്നലെ ചെയ്ത കോടതി അലക്ഷ്യമാണ്. ഇന്നലെ അവിടെ ആ പത്രസമ്മേളനം നടത്തിയത്. അവന്റെ പേരിൽ ശക്തമായ നിയമ നടപടി ഞാൻ മാനവശത്തിന് ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം വക്കീൽ ഇന്നോ നാളെ അത് കേസ് കൊടുത്തു. അപ്പൊ അവൻ അറിയും ഇതിന്റെ ഇതെങ്ങനെയാണ്. എന്നെ ഇപ്പോഴും പോക്സോ കേസിൽ നിന്ന് വെറുതെ വിട്ടിട്ടില്ലെന്നാ. എന്നെ പോക്സോ കേസ് പ്രതി എന്നാണ് ഇവൻ പറയുന്നത്. എങ്ങനെ ഞാൻ പ്രതിയാവും? നിരപരാധിയായി കോടതി 100% നിരപരാധിയാണെന്ന് കണ്ട് ഞാൻ എങ്ങനെ പ്രതിയാവും? നിങ്ങൾ പറയൂ. എന്നെ പ്രതിന്ന് വിളിക്കാൻ ഇവൻ എന്താ അധികാരം? കോടതി തീരുമാനിക്കട്ടെ. കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു പത്രക്കാരനോ ഒരു മാധ്യമ പ്രവർത്തകനോ
വേറെ ആരുമല്ല ജഡ്ജ്മെന്റ് ചെയ്യേണ്ടത്, കോടതിയാണ് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. ആ കോടതി റിപ്പോർട്ടിലാണ് 6 മാസമായിട്ട് ഞാൻ ഇത്ര നാൾ ഞാൻ പ്രസ് മീറ്റ് നടത്താത്തതിന്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് ഇതിന്റെ സത്യമായുള്ള എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് പോലീസ് DGP തൊട്ട് 11 ഇടങ്ങളിൽ ഞാൻ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് അതിന്റെ ആയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിലും കേസ് കൊടുത്തിട്ട് ഇന്നോ നാളെയോ പത്രസമ്മേളനം നടത്താനിരിക്കുമ്പോഴാണ് ഇവൻ കയറി ഈ വാർത്ത ഇന്നലെ പ്രസ് ക്ലബിൽ ചെയ്തത്. ഗുണ്ടാലിസ്റ്റ് വന്ന ആളാണ്. ഇതിന്റെ പേര് കഴിഞ്ഞ ആഴ്ച സ്ത്രീപീഡനത്തിനുള്ള കേസ് ഞാൻ FIR നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് വാച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യും. സ്ത്രീത്വത്തെ അവമാനിച്ചെന്നും വീട് കയറി ആക്രമിച്ചെന്നും കട കയറി ആക്രമിച്ചെന്നും ഇവൻ ഭയങ്കര ക്യാൻസറാണ്. കൊല്ലത്തെ ക്യാൻസറും കൊടും മാറാരോഗം പിടിച്ചവനാണ്. മനസ്സിലായി? മാറാരോഗിയാണ്. ഭയങ്കര വൈറസ്, നിപ്പോ വൈറസാണ് ഇവൻ. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ജീമോൻ കല്ലുപുരയ്ക്കലിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ രാഗം രാധാകൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ എത്ര കണ്ട് ശരിയുണ്ട്, എത്ര കണ്ട് തെറ്റുണ്ട്? ഇങ്ങനെ ഒരു പരാതി നൽകുവാൻ അതിജീവിതയെ പ്രേരിപ്പിച്ചത് ആരാണ്? എന്നാൽ അതിജീവിത കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് രാഗം രാധാകൃഷ്ണനും കൂട്ടാളികളുമാണ് ഇങ്ങനെ ഒരു പരാതി നൽകുവാൻ അവരെ സമീപിച്ചതെന്ന്. രാഗം രാധാകൃഷ്ണൻ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. വർക്കല സ്വദേശിയായ ഒരു വികലാംഗയിൽ നിന്നും 80 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് രാഗം രാധാകൃഷ്ണൻ പറയുന്നത്. അതുമാത്രമല്ല, അവരുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നും രാഗം രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. അവരുടെ ഭർത്താവും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മണിയൻ ഭാസ്കരൻ എന്നാണ്. എന്നാൽ ഈ സ്ത്രീയുമായി കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രവാസിയാണെന്നും അദ്ദേഹം തൻ്റെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത സാമ്പത്തികമാണ് ജീമോൻ തട്ടിയെടുത്തതെന്നും ആരോപിക്കുന്നുണ്ട്. വാർത്തകൾ സത്യസന്ധമായിട്ടാണ് സിറ്റി ന്യൂസ് ഇന്ത്യ അവതരിപ്പിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സിറ്റി ന്യൂസ് ഇന്ത്യ ഓരോ വാർത്തകളും നൽകുന്നത്. എന്നാൽ ഈ വാർത്ത അങ്ങനെയല്ല. ബാക്കിയുള്ള വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.